സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് എന്ന ആരോപണത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച ചെയ്യാമെന്ന് സംസ്ഥാന സർക്കാർ. വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മന്ത്രി വീണ ജോർജ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ ചർച്ച. അതേസമയം അജിത് പവാറിന്റെ നിര്യാണത്തിൽ നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഏതായാലും ഒരാഴ്ച നീണ്ട പേടിക്ക് ഒടുവിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം ആ പേടി ഒഴിവാക്കി ചർച്ച ചെയ്യാമെന്ന് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാതെ നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയ നാടകങ്ങൾ അടക്കം കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും ഈ സർക്കാർ ആശുപത്രികളിലെ ഈ വീഴ്ച എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാന സർക്കാർ നടത്തിയ ആരോഗ്യമേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ചെലവഴിച്ച തുകയെല്ലാം അറിയാവുന്നതാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി കാലഘട്ടങ്ങൾ, UDF സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ ആരോഗ്യമേഖല താറുമാറായതും. ഏതായാലും അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്ക് വരട്ടെ, അല്ലേ? തീർച്ചയായും സുജി, ഏതായാലും ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വെളുപ്പിൽശാലയിലെ ആശുപത്രിയിൽ ഉണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്താകെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവാണ് എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നമുക്കറിയാം, സുജി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ സഭാ സമ്മേളനം ആരംഭിച്ച് അപ്പോൾ മുതൽ ഈ ശബരിമല വിഷയത്തിൽ ഊന്നി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷം പക്ഷെ ആ വിഷയത്തിൽ അടിയന്തര പ്രമേയം നൽകാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആണ് മറ്റൊരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകുവാൻ വേണ്ടി അവർ സന്നദ്ധരായത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഇന്നിപ്പോൾ അവർ നൽകിയിട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസ്, അതിൽ മന്ത്രി വീണ ജോർജ് മറുപടി പറയുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഒരു രോഗി പോലും ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നയം. പ്രത്യേകിച്ചും ആരോഗ്യ രംഗത്ത് മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഈ നോട്ടീസിന്മേൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചയ്ക്ക് നിയമസഭ തീരുമാനിച്ചതും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂറായിരിക്കും ചർച്ച നടക്കുക. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. തുടർന്ന് അവസാനമായിട്ടായിരിക്കും ഇതിൽ ആരോഗ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക. ഏതായാലും ഈ 15ാം കേരള നിയമസഭയുടെ സമ്മേളന കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ഇത് 18ാമത് അടിയന്തര പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത കൂടി ഈ സമ്മേളന കാലയളവിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഷിജ, നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയങ്ങൾ. പക്ഷേ അമ്പെ അടിതെറ്റി വീഴുന്നത് പ്രതിപക്ഷമാണ് എന്നുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ സമ്മേളനങ്ങളിൽ അടക്കം പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ അടിയന്തര പ്രമേയത്തിനും അനുമതി നൽകിയിരുന്നു. ഷീജ സൂചിപ്പിച്ചതുപോലെ 18ാമത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് അനുമതി നൽകുന്നു. അടുത്ത വിഷയം കേരളത്തിലെ ആരോഗ്യ മേഖലയാണ്. സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിയമസഭയിൽ നടക്കുന്ന അടിയന്തര പ്രമേയം. അതിൻ്റെ മുകളിൽ നടക്കുന്ന ചർച്ച എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ LDF സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ആശുപത്രികൾ എങ്ങനെ മാറി, കാരുണ്യ അടക്കമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് എത്ര കോടിയുടെ പ്രയോജനം ലഭിച്ചു, ഇതെല്ലാം ഈ ചർച്ചകളിലൂടെ എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും. ഏതായാലും 2 മണിക്കൂറാണ് ചർച്ച എന്നുള്ളത് വലിയ നിർണായകമായ ഒരു കാര്യമാണ്. 2 മണിക്കൂർ സംസാരിക്കുക പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനും കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. എടുത്തു പറയേണ്ടത്, നേരത്തെ അവതരിപ്പിച്ച പല അടിയന്തര പ്രമേയങ്ങളിലും അടിതെറ്റി വീണ പ്രതിപക്ഷത്തെ തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ഒളിച്ചു വെക്കാനൊന്നുമില്ല, നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ കഴിയുന്നത് തന്നെയാണ് LDF സർക്കാരിനുള്ളതെന്ന് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ നിലപാടും. തീർച്ചയായും ഷിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് ഏത് രീതിയിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടായി എന്നുള്ള കാര്യത്തിൽ തന്നെയായിരിക്കും ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ സംസാരിക്കുമ്പോൾ ഊന്നൽ നൽകുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മേളന കാലയളവിലൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം അത് തന്നെയായിരിക്കും ഈ ചർച്ചയിലും ഉടനീളം നമ്മൾക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ശരി, ഷീജയാണ് നിയമസഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ. ഏതായാലും 2 മണിക്കൂറാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ചർച്ച നടക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഷീജ പങ്കുവച്ചത്. ഒപ്പം തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നിര്യാണത്തിൽ നിയമസഭ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. വിവരങ്ങളാണ് ഷീജ നൽകിയത്.